രണ്ടാമത്തെ ടാസ്ക് ആയിരുന്നു മൊത്തത്തിൽ എല്ലാം മാറ്റിമറിച്ച ടാസ്ക്. ഈ ടാസ്കിൽ ലഭിക്കുന്നത് 1000 പോയിന്റുകളാണ്. ധൈര്യശാലികളായ 3 പേരെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയായിരുന്നു ബിഗ് ബോസ് പറഞ്ഞത്. നെവിനും അഭിലാഷിനും ഒക്കെ ആ ടാസ്ക് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. കൂടുതൽ പേര് തയ്യാറായതുകൊണ്ട് വോട്ടിങ്ങിലൂടെയാണ് 3 പേരെ തെരഞ്ഞെടുത്തത്. 10 വോട്ടുകളോടെ അനീഷും പിന്നെ പതിവ് പോലെ ആര്യനും ജിസയിലുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ആക്ടിവിറ്റി ഏരിയയിലായിരുന്നു ടാസ്ക് നടന്നത്. 3 ടാസ്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ കാർഡ് എടുത്തത് അനീഷായിരുന്നു. ഇപ്പോൾ മുതൽ സീസൺ തീരുന്നവരെ മിണ്ടാതിരിക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക്. പിന്നീട് അനീഷ് വാ തുറന്നിട്ടില്ല. മറ്റു ടാസ്കുകൾക്ക് ശേഷം ചർച്ച ചെയ്ത് തീരുമാനിച്ചോളാൻ പറഞ്ഞിട്ട് പോലും അനീഷ് വാ തുറന്നിട്ടില്ല. കാരണം കഴിഞ്ഞ ടാസ്കിന് ശേഷം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞല്ലോ. ഒരുപക്ഷെ അനീഷ് ബിഗ് ബോസിന്റെ ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും മറുപടി കൊടുത്തിരുന്നെങ്കിൽ ഇവർ 3 പേരും ചർച്ച ചെയ്ത് ടാസ്ക് തീരുമാനിച്ചതിന് ശേഷം ബിഗ് ബോസ് പറയും ടാസ്ക് ലെറ്റർ വായിച്ചതിന് ശേഷവും അനീഷ് സംസാരിച്ചത് കൊണ്ട് ഇവർ ടാസ്ക് തുടങ്ങും മുമ്പ് തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞേക്കാം. ആ ഒരു ലൂപ്പ് ഹോളിലൂടെ കളി തോറ്റു പോകണ്ടെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് അനീഷ് അങ്ങനെ തന്നെ നിന്നത്. അതുമാത്രമല്ല, പിന്നീട് അങ്ങോട്ട് പ്രശ്നങ്ങളായി മാറിയപ്പോൾ മിണ്ടാതിരിക്കാനും അതിനകത്ത് പങ്കെടുക്കാതിരിക്കാനും അനീഷിന് ഈ മിണ്ടാതെ നിന്നത് ഗുണമായി മാറി. രണ്ടാമത് കാർഡ് എടുത്തത് ആര്യനായിരുന്നു. ആര്യനൊരു ജ്യൂസ് കുടിക്കാനുള്ളതായിരുന്നു ടാസ്ക്. മൂന്നാമത്തേത് ജിസയിലായിരുന്നു. തല മുട്ടയടിക്കുക എന്നുള്ളതാണ് അതിനകത്ത് എഴുതിയിരുന്നത്. അവിടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. തുടക്കത്തിൽ ജിസയിൽ മുട്ടയടിക്കാം എന്നുള്ളൊരു സാധനം പറഞ്ഞെങ്കിലും പിന്നീട് പിന്മാറുകയാണ് ചെയ്തത്. ഇവിടെ ശരിക്കും അവരുടെ മുമ്പിൽ 2 ഓപ്ഷൻ വന്നു. ഒന്നുകിൽ ആ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് തല മുട്ടയടിച്ച് ജിസയിലിനായാലും ആര്യനായാലും മുമ്പോട്ട് പോകാമായിരുന്നു. ജിസയിൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് പുറത്ത് വൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാണ്. ജിസയിൽ അതിനകത്ത് സൂചിപ്പിച്ച പോലെ 1000 പോയിന്റുകൾക്ക് വേണ്ടിയിട്ട് 2-3 ഫുഡിനും ചെരുപ്പിനും ക്ലോത്തിനും വേണ്ടിയിട്ട് മാത്രം തല മുട്ടയടിക്കുന്നത് ജിസയിലിനെ സംബന്ധിച്ചിടത്തോളം അത്ര വെർത്തല്ല. 1-2 ആഴ്ചകൾക്കുള്ളിൽ വേണമെങ്കിൽ ഔട്ടായി പോകാമല്ലോ, അങ്ങനെയും ചിന്തിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് മുട്ടയടിച്ച് മുടിയും കൂടെ ഇല്ലാതെ പോകണ്ടല്ലോ എന്നവർ ചിന്തിച്ച് കാണും. ആര്യനോട് പറഞ്ഞപ്പോൾ ആര്യൻ അതിനകത്ത് റിലീജിയസ് സംഗതികളൊക്കെ അതിനകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. ആര്യൻ തന്നെ പറയുന്നുണ്ട് ഒരു 10,000 പോയിന്റ് ഒക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ തലമുട്ടടിക്കാൻ കുഴപ്പമില്ലായിരുന്നു എന്നും പറയുന്നുണ്ട്. പുറത്ത് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഹൗസ് മേറ്റ്സ് ആരും ഇതിനെ സപ്പോർട്ട് ചെയ്തില്ല. അവരിവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയവരാണ്, അതുകൊണ്ട് തന്നെ അവർ ഈ ചലഞ്ച് ചെയ്തേ പറ്റുള്ളൂ, വേറെ ഒന്നും പറയണ്ടെന്നുള്ള രീതിയിലാണ് അഭിലാഷൊക്കെ അതിന് റെസ്പോണ്ട് ചെയ്തത്. ഫിസിക്കൽ എബിലിറ്റി ഉള്ളവരെ മാത്രമാണോ ഈ ടാസ്കുകളൊക്കെ വരുമ്പോൾ എല്ലാവരും ചേർന്ന് തെരഞ്ഞെടുക്കുന്നതെന്ന് അഭിലാഷ് അവിടെ ചോദിക്കുന്നുണ്ട്. അഭിലാഷിന് ഇതിന് പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അഭിലാഷ് വന്നിരുന്നെങ്കിലോ നെവിൻ വന്നിരുന്നെങ്കിലോ ഒക്കെ തീർച്ചയായിട്ടും അവർ മുട്ടയടിക്കുകയൊക്കെ ചെയ്തേനെ. അഭിലാഷ് പറഞ്ഞത് ശരിയാണ്. ടാസ്ക് എന്നുള്ളൊരു കാര്യം വരുമ്പോൾ തന്നെ എല്ലാവരുടെയും ഫോക്കസ് പോകുന്നത് ആര്യനിലേക്കാണ്. ഏതായാലും ബിഗ് ബോസ് എല്ലാവരെയും ആക്ടിവിറ്റി ഏരിയയിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അവിടെ ഒരു ബഹളാണ് നടന്നത്. ഈ 3 പേരെ തെരഞ്ഞെടുത്ത് വിട്ടതാണ്, അതുകൊണ്ട് എന്ത് ചെയ്താലും നിങ്ങൾ ഈ ടാസ്ക് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള നിലപാടിലായിരുന്നു ബാക്കിയുള്ളവരെല്ലാവരും. അവരെ ചെയ്യാൻ വില്ലിങ് അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ എല്ലാത്തിലുള്ള ഈ ആര്യൻ ജിസയിൽ ചൂസിങ് ഇന്നത്തോടെ ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളണം എന്ന് പറഞ്ഞു. അപ്പാനി ആര്യന്റെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും ചെയ്യ്, ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇൻഡിവിജ്വലായിട്ട് അവർ കളിക്കട്ടെ. അവൻ കളിച്ചില്ല എന്നുണ്ടെങ്കിൽ അവന്റെ കളി പുറത്തുള്ളവർ വിലയിരുത്തിട്ട് ആര്യൻ പുറത്തേക്ക് പോവാണെങ്കിൽ പോട്ടെ. ആർക്കാണ് ഇത്ര നിർബന്ധം? കൂടുതൽ പേരും ആര്യനെയാണ് ബ്ലെയിം ചെയ്തത്. അതുപോലെ തന്നെ അനീഷിനെ ജിസയിലിനും ആര്യനും ചേർന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. കൺവിൻസ് ചെയ്യാൻ പോയിട്ട് അനീഷ് അവർ ഒറ്റ നിപ്പ് നിന്നിട്ട് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല.